ആദ്യത്തെ ചോദ്യം ജസ്റ്റ് ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആണ്. താഴത്ത് കൊടുത്തിരിക്കുന്നതിൽ പച്ച നിറമുള്ള വസ്തു ഏത് എന്നുള്ളതാണ്. വളരെ വിലപിടിപ്പുള്ള, ഒരുപാട് അമൂല്യ വസ്തുക്കൾ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചില വസ്തുക്കളിലാണ്. ഓപ്ഷനിൽ ഏതാണ് ആ പച്ച നിറമുള്ള വസ്തു എന്നുള്ളതാണ് ചോദ്യം. യെസ്, 5 സെക്കൻഡ് കൂടി ബാക്കിയുള്ളൂ. പെട്ടെന്ന് റൈറ്റ് ആൻസർ ചൂസ് ചെയ്യാം. ആലോചിച്ചു കഴിഞ്ഞാൽ ടൈം പോവും. 4 സെക്കൻഡ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. വളരെ ഫാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. യെസ്, ടൈം ഔട്ട്. എംറാൾഡ് ആണ് റൈറ്റ് ആൻസർ. 11 പേര് റൈറ്റ് ആൻസർ ചെയ്തു. 5 പേര് പേൾ എന്നാണ് എഴുതിയത്, 2 പേർ റൂബീനാണ് എഴുതിയത്. ബാക്കിയുള്ളവർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഹമ്മാദ് ഏറ്റവും അധികം പോയിന്റോട് കൂടി 1ാം സ്ഥാനത്തുണ്ട്. ഷംസീറ, സൽമ, സലീൽ, സ്വാലിഹ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. നമുക്കൊക്കെ അറിയാം, പ്രപഞ്ചത്തിലെ ഒരുപാട് വർണ്ണവിസ്മയങ്ങളിൽ പെട്ടതാണ് ഓന്തിന്റെ നിറമാറ്റം. പലപ്പോഴും നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തുദ്ധരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഓന്തിന്റെ നിറമാറ്റം. സത്യത്തിൽ എന്താണ് ഈ നിറമാറ്റത്തിന് സഹായകമാകുന്ന പ്രത്യേകത എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ചുറ്റുപാടുകളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൗതുകകരമായ വിജ്ഞാനങ്ങൾ കിട്ടും. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തത്. നാനോ ക്രിസ്റ്റൽ അടങ്ങിയ ഇറിഡോഫാർപാളി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. 5 പേരാണ് റൈറ്റ് ആൻസർ ചെയ്തത്. യെസ്, അവിടെ ഹമ്മാദ് റൈറ്റ് ആൻസർ ചെയ്തതുകൊണ്ട് തന്നെ ടോപ്പിലുണ്ട്. ഫഹ്മി, ഷംസിറ, രഹ്ന, സൽമാൻ എന്നിവരാണ് ഇപ്പോ ആദ്യ 3 സ്ഥാനങ്ങളിൽ. യെസ്, അതിന്റെ ചെറിയ ഡീറ്റെയിൽസ് ആണിത്. അതിന്റെ നിറമാറ്റത്തിന്റെ പിന്നിലുള്ള ശാസ്ത്രീയ കാരണങ്ങളാണ്. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ വർണ്ണ വൈവിധ്യമുള്ള ഈ പൂവുള്ള സസ്യം പക്ഷെ അറിയപ്പെടുന്ന മറ്റൊരു പഴത്തിന്റെ പേരിലാണ്. വളരെ എന്റെ നിരീക്ഷണത്തിൽ വളരെ രസകരമായിട്ട് തോന്നിയ, വളരെ കൗതുകരമായി തോന്നിയ ഒരു വർണ്ണ വൈവിധ്യങ്ങളുടെ കലവറായിട്ടുള്ള ഒരു പുഷ്പമാണ്. പക്ഷെ ഇത് സത്യത്തിൽ അറിയപ്പെടുന്ന ഒരു പൂവിന്റെ പേരിലല്ല. ഇത്രയും മനോഹരമായ ഡിസൈൻ, അത് ഓരോന്നും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിലിപ്പോ ഒരു വയലറ്റ് പാറ്റേൺ ആണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പാറ്റേണിൽ ഈ ഫ്ലവർ നമ്മൾ കാണാറുണ്ട്. ഏതായിരുന്നത്? പാഷൻ ഫ്രൂട്ട് ആയിരുന്നു റൈറ്റ് ആൻസർ. 6 പേര് മാത്രമാണ് റൈറ്റ് ആൻസർ ചെയ്തത്. ബാക്കിയുള്ളവരൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ, വർണ്ണവൈവിധ്യങ്ങളുടെ അടുത്ത കൗതുകത്തിലേക്ക് കിടക്കാം. ഈ ചോദ്യം കഴിയുമ്പോ ഫഹ്മിയാണ് ടോപ്പിൽ നിൽക്കുന്നത്. യെസ്, അടുത്ത ചോദ്യം. ഓപ്പൽ കല്ലിൽ കാണുന്ന മാറി മാറി വരുന്ന മഴവിൽ നിറങ്ങൾക്ക് ഒരു പേര് പറയാറുണ്ട്. പ്രകൃതിയിലെ ഒരുപാട് വിസ്മയങ്ങളിൽ പെട്ടതാണ് വർണ്ണവിസ്മയങ്ങൾ. ഈ പ്രപഞ്ചത്തിലെ ഓരോ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചും ചിന്തിക്കുവാൻ വേണ്ടി വേദഗ്രന്ഥം നിരന്തരമായി നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അത്തരത്തിലുള്ള വിജ്ഞാനത്തിന്റെ ചില കൗതുകങ്ങളിലൂടെയുള്ള ഒരു അറിവിന്റെ സഞ്ചാരമാണ് ഈ ഇൻട്രോഡക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. യെസ്, പ്ലേ ഓഫ് കളർ റൈറ്റ് ആൻസർ. ഇവിടെ നിഷാദ് പി മുഹമ്മദ് ആണ് ഇപ്പോ ടോപ്പിലെത്തിയിരിക്കുന്നത്. ഫഹ്മി തൊട്ട് പിന്നാലെയുണ്ട്. രഹ്ന, അമ്മാദ്, ഷംസീറ എന്നിവരാണ് ഇപ്പോ സ്കോർബോർഡ് ഏറ്റവും കൂടുതൽ ഫിഗറുമായിട്ട് നിൽക്കുന്നത്. യെസ്, അടുത്ത ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എന്താണ് ഇതിന് പറയുന്ന പേര് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു വിസ്മയം ഒരുപക്ഷെ പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു വർണ്ണവിസ്മയമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അന്തരീക്ഷത്തിലെ വർണ്ണരാജി വാരി വിതറുന്ന ഈ മനോഹരമായിട്ടുള്ള വർണ്ണവിസ്മയത്തിന്റെ പേര് അറോറ എന്നുള്ളതാണ് അതിന്റെ പേര്. അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്ന് പറയുന്ന ദക്ഷിണ ധ്രുവത്തിലും ഉത്തര ധ്രുവത്തിലും 2 പേരുകളിലായിട്ട് അറിയപ്പെടുന്ന അറോറയാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. പക്ഷെ 10 പേര് മാത്രമാണ് അതിന്റെ ശരി ഉത്തരം എഴുതിയത്. അതിന്റെ മറ്റൊരു പേരാണ് ധ്രുവ ദീപ്തി എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പേര്. ധ്രുവപ്രദേശങ്ങളിൽ കാണുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പടച്ചവന്റെ ഒരു സൃഷ്ടി പ്രതിഭാസമാണ് നമ്മൾ കണ്ടത്. യെസ്, അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഫഹ്മി വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു സ്കോർ ബോർഡിലേക്ക്. നിഷാദ്, ഹമ്മാദ്, സലീൽ, തബ്ഷീർ എന്നിവരാണ് ഇപ്പോൾ 5 പോസ്റ്റുകൾ. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം നീലയാണ്. റൈറ്റ് ഓർ റോങ്? നമ്മുടെ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള നീലാകാശം കാണാൻ കഴിയും. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം നീലയാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ആണ് നിങ്ങളുടെ മുന്നിലേക്കുള്ളത്. ട്രൂ ഓർ ഫാൾസ് ആണ്. എല്ലാവരും റൈറ്റ് ആൻസർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. യെസ്, 2 പേര് അതും
തെറ്റിച്ചിട്ടുണ്ട്, ഫാൾസ് ആണ്. ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രകാശത്തിന്റെ ഈ ഭൂമിയിൽ കാണുന്ന പ്രതിഭാസം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്ലാക്ക് ആയിട്ടാണ് ആകാശം കാണപ്പെടുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രഹ്ന ബീബി 5ാം സ്ഥാനത്തേക്ക് കയറിക്കുന്നു. ഫഹ്മി 1ാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. 4186 പോയിന്റോട് കൂടിയാണ് 1ാം സ്ഥാനം തുടരുന്നത്. അടുത്ത ചോദ്യം, സസ്യങ്ങളുടെ ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണ വസ്തു ഏതാണ്? നമ്മൾക്ക് ചുറ്റും കാണുന്ന ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ദൃശ്യലോകമാണ് സസ്യങ്ങൾ നമുക്ക് നൽകുന്നത്. ഈ കൂട്ടത്തില് എന്താണ് സസ്യങ്ങൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തു എന്നുള്ളതാണ് ചോദ്യം. ക്ലോറോഫിൽ ആണ് റൈറ്റ് ആൻസർ. ഓ, നല്ല ശരി. 2 ആളൊഴികെ ബാക്കിയുള്ളവർ എല്ലാവരും ഉത്തരം എഴുതിയിരിക്കുന്നു. യെസ്, അവിടെ ഫഹ്മി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. നമുക്കൊക്കെ രക്തത്തിന് ചുവപ്പ് നിറാണ്, പക്ഷേ ഈ കൂട്ടത്തിൽ ഒരു ജീവിയുടെ രക്തത്തിന്റെ നിറം നീലയാണ്. നിങ്ങൾക്ക് ആ ജീവിയുടെ പേര് സെലക്ട് ചെയ്യാം. സാധാരണ ഹീമോഗ്ലോബിൻ ആണ് രക്തത്തിലെ ചുവപ്പ് നിറം നൽകുന്നത്. നീരാളിയാണ് റൈറ്റ് ആൻസർ. യെസ്, അവിടെ സാധാരണ മനുഷ്യന്റെ രക്തത്തിലൊക്കെ ഇരുമ്പിന്റെ അംശമാണുള്ളത്, പക്ഷെ ചെമ്പിന്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടെ രക്തത്തിന്റെ നിറം നീലയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അവിടെ സലീൽ 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. സാലിഹ, തബ്ഷിറ എന്നിവർ 4-5 സ്ഥാനങ്ങൾ തുടരുമ്പോൾ നിഷാദ് 2ാം സ്ഥാനത്തും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഖുറാനില് അൽവാൻ, ലൗനല്ല, അൽവാൻ എന്നുള്ള വാക്ക് എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഒരു കൗതുകരമായിട്ടുള്ള ഒരു അറിവ് കൂടിയാണിത്. നിങ്ങൾക്ക് റൈറ്റ് ആൻസർ ചെയ്യാം. യെസ്, റൈറ്റ് ആൻസർ അറിയാൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളൂ. യെസ്, 7 റൈറ്റ് ആൻസർ. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ സപ്തവർണ്ണങ്ങൾ, അതിലേക്ക് കൂടി കൗതുകരമായി കണക്ട് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഖുറാനിലെ അൽവാൻ എന്നുള്ള വാക്ക് കൃത്യമായിട്ട് 7 തവണയാണ് ഖുറാനിൽ വന്നിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. സുഹൃത്ത് നഹ്ല്, ഫാത്തിർ ഒക്കെ അടക്കമുള്ള സുഹൃത്തുക്കളിലാണ് ഈ അൽവാൻ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. യെസ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനി ഒരുപക്ഷെ അവസാന ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഫ്ലമിംഗോ പക്ഷികൾക്ക് നിറം ലഭിക്കുന്നത് എങ്ങനെയാണ്? തെറ്റായ ഒരു ഉത്തരം അടയാളപ്പെടുത്തുക. ഇതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഉത്തരം അടയാളപ്പെടുത്താം, പക്ഷെ ഉത്തരം തെറ്റായിരിക്കണം. ചോദ്യത്തിൽ ഒരു കൗതുകമുണ്ട്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. തെറ്റായ ഒരു ഉത്തരമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഒരുപക്ഷെ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവം ആയിരിക്കാം. ഓക്കെ, യെസ്, അവിടെ ഭക്ഷണം വഴിയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഭക്ഷണം വഴിയാണ് ശരിക്കും ഈ പറയുന്ന ഫ്ലമിംഗോ പക്ഷികൾക്ക് നിറം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ സംഗതി. ഈ ആൽഗ, അതുപോലെ തന്നെ ചെമീൻ, ഇങ്ങനത്തെ പല ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്ന് അതിൽ നിന്ന് ലഭിക്കുന്ന കരോട്ടിനോട് എന്ന് പറയുന്ന സംഗതി ശരീരത്തിലേക്ക് കടന്നിട്ടാണ് അതിന്റെ നിറം ലഭിക്കുന്നത്. ഇതിലെ ബാക്കി 3 തെറ്റായിരുന്നു. ഭക്ഷണം വഴി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് ഇനി കടക്കുന്നില്ല, കാരണം നമ്മുടെ മത്സരത്തിലെ ഫലം ഇതോടുകൂടി പുറത്തു വരികയാണ്. യെസ്, 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് സലീൽ 2ാം സ്ഥാനം നേടിയിരിക്കുന്നു. നിഷാദ് മുഹമ്മദ് ആൻഡ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ഫഹ്മി. കൺഗ്രാറ്റുലേഷൻ